സ്റ്റോക്കില്ലേ? ഒരു കുപ്പിങ് പോരട്ടെ. കുപ്പി മാത്രമേ പോരുള്ളൂ, അതിൽ സാധനം ഉണ്ടാവില്ല. അതെന്താ? അതങ്ങനെയാ. എന്റെ സാറുമാരെ, ഞങ്ങൾ ഇപ്പൊ കച്ചവടമൊക്കെ നിർത്തി. ഇപ്പൊ കൂണ് കൃഷിയാ. പേടിക്കണ്ട, ഞങ്ങൾ എക്സൈസുകാരൊന്നും അല്ല, മിലിറ്ററി ലീവിന് വന്നതാ. ഒന്ന് മിനിങ്ങാവെന്ന് കരുതി. വാസുവേട്ടൻ എന്നെ ഓർമ്മയില്ലാഞ്ഞിട്ടല്ലേ? ഇവിടെ എത്ര ആളുകൾ വരണു പോണു. അല്ല സാറുമാരെ, ഇങ്ങക്കൊക്കെ ഈ തൊട്ടാ കത്തുന്ന റമ്മ് കിട്ടാനുള്ളപ്പോഴ് എന്തിനാ ഈ നവസാരം കുത്തി കളിക്കിയ സാധനം? അത് കള. വാസുവേട്ടന്റെ വാറ്റിന്റെ അടുത്ത് എത്തില്ല സായിപ്പിന്റെ വാട്ട് 69 എന്നാ ബാലു പറയാറ്. ദാക്ഷാണി, സ്ട്രോങ് ഉള്ളത് തന്നെ പോന്നോട്ടെ. പിന്നെ സാറന്മാർക്ക് തൊട്ടുകൂട്ടാൻ എന്തെങ്കിലും ഇങ്ങോട്ട് എടുത്തോ. സാറന്മാര് വന്നാട്ടെ, ഇരിക്കി. അല്ല വാസുട്ടാ, നമ്മുടെ ആ പഴയ കമ്പനി ഉണ്ടല്ലോ, ആ കുഞ്ഞനന്തനും അപ്പൂട്ടിയും മറിയതും ഒക്കെ, അവരൊക്കെ ഇപ്പൊ വരാറുണ്ടോ? ഓരൊക്കെ അറിയില്ലേ. അപ്പൂട്ടിന്റെ കാര്യം ആ കഷ്ടം. ഓന്റെ കയ്യിൽ നാടൻ ബോംബിന്റെ പണിന്റെ ഇടക്ക് പോയി. കുഞ്ഞനന്തൻ ആ കോളടിച്ചത്. ബോംബിന്റെ പണിയില് ഓൻ കൊറേ കാശുണ്ടാക്കി. അവനെ ഒന്ന് കാണാൻ കുഞ്ഞനന്തനെ എന്താ ഒരു വഴി? ഇങ്ങടെ ഈ മട്ടും മാതിരി അത്ര ശരിയല്ലല്ലേ ഏട്ടന്മാരെ. അടിച്ചിട്ട് പെട്ടെന്ന് വിടാൻ നോക്കി. വിപണിയിൽ കൈപ്പങ്ങ സോങ് വൻ ഹിറ്റാകുന്നു. അറബ് 9 FM ഗൾഫിലെങ്ങും പാട്ടായി. വ്യത്യസ്തമായ 55 സോങ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടൊരുക്കിയ MP3. മറ്റൊരു വെറൈറ്റി സോങ്ങുമായി ജാഫർ വടകര. ജാസി ഗിഫ്റ്റ്, വിനീത് ശ്രീനിവാസൻ, ഷാഫി കൊല്ലം, അഫ്സൽ, താജുദ്ദീൻ വടകര, സലീം കോടത്തൂർ എന്നിവർ നയിക്കുന്ന അറബ് 9 FM ഗൾഫിലെങ്ങും പാട്ടായി. നാട്ടിലും ഗൾഫിലും ഒരുപോലെ ഹിറ്റാകുന്നു. കോൺടാക്ട് 9847362212. ഉടൻ വരുന്നു. തേനിൽ മുക്കി തിന്നാൻ പറ്റില്ലേ മക്കളെ? അബ്ബ മ്യൂസിക്സിന്റെ പുതിയ ആൽബം. അറബ് 9 FM ഗൾഫിലെങ്ങും പാട്ടായി. തേനില് മുക്കി തിന്നാനൊക്കൂല, കൈക്കോട്ട് പാറമ്മലിട്ടാൽ അറ്റം കിട്ടൂല. പാത്തുമ്മ പട്ടാമ്പി പാലിന് പോയപ്പോൾ ആങ്കട്ടും പെങ്കട്ടും മാപ്പിള കെട്ടും മാറാപ്പും. കുടുംബകലഹത്തിന്റെ മറ്റൊരു മുഖം. കുട്ടിന്റെ കാര്യം വലിയ കഷ്ടം. മൂപ്പത്തിക്കൊന്ന് ഒതുങ്ങി കൊടുത്താൽ എന്താല്ലേ? എല്ലാ വീട്ടിലും ഇങ്ങനെ കച്ചറ പതിവുണ്ടോ? അറബ് FM ഗൾഫിൽ മാത്രമല്ല നാട്ടിലും പാട്ടായിരിക്കണം. മേച്ചടി മേച്ചടി ചാമച്ചോറ്, പാരടി പാരടി മുരിങ്ങാച്ചാറ്, കൂട്ടടി കൂട്ടടി പപ്പടം കൂട്ട്. വാങ്ങാനും കേൾക്കാനും മറക്കാതിരിക്കുക മക്കളെ.
എന്താണ് ബാഗില് തുറക്കണോ ബാഗ്? തുറക്കണോ? പറയടാ, എവിടെ നിനക്ക് ഈ ബോംബ് കിട്ടിയത്? അറിയില്ല സാർ, അനന്തേട്ടൻ തന്നു വിട്ടതാ സാർ. കൊണ്ടുപോയതിനെ പറ്റുമെങ്കിൽ അവർ ഇന്ന് തന്നെ കാണാം. ആ ശരി. എന്റെ മോനെ കൊണ്ടുപോയി ശിവൻകുട്ടിയെ പോലീസുകാര് കൊണ്ടുപോയി. എന്താ ഉണ്ടായി? അതാരോട് ചോദിക്കാനാ? ഇങ്ങക്കെല്ലാം അറിഞ്ഞൂടെ? ഒരു കൊളുത്തിനും കച്ചരിക്കും പോത്തതല്ലേ ഓൻ. കുടുംബം നടത്തുന്ന ബാല്യക്കാര് കുട്ടിയെ കൊണ്ടുപോയി. പോലീസുകാര് കുത്തിച്ചതച്ചാ പിന്നെ ഞങ്ങൾക്കാരുണ്ട്. മോനെ, നീ ഒന്ന് സ്റ്റേഷൻ വരെ ചെന്നിട്ട് ഓലോട് പറഞ്ഞിട്ട് എന്റെ കുട്ടീനെ ഇറക്കി കൊണ്ടെത്താ. ഏത് സ്റ്റേഷനിലാണോ? ടൗൺ സ്റ്റേഷനിലാ പിടിച്ചത്. എസ് പിയാ. റഹീമേ, വണ്ടിയറാ. നമസ്കാരം സാർ. പഴയങ്ങാടിയിൽ വെച്ച് നിങ്ങളുടെ SP ബാബു എന്ന പേരുള്ള ഒരു പയ്യനെ അറസ്റ്റ് ചെയ്തിരുന്നു. എന്താണ് അപ്പൊ അവന്റെ പേരിലുള്ള ചാർജ്? ആ, അത് കുറച്ച് കുഴപ്പം പിടിച്ച കേസാണല്ലോ. എന്ത് കുഴപ്പം പിടിച്ച കേസ്? ഏത് സെക്ഷൻ? നിങ്ങൾ ആ പയ്യനെ വിടണം. ഞാൻ അതിനെ വന്നത്. അതത്ര എളുപ്പമല്ല. കാരണം പറ. വെറുതെ ഒരു പയ്യനെ തൂക്കിയെടുത്തിടാൻ നാട്ടിൽ അടിയന്തരാവസ്ഥയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ. നാടൻ ബോംബുകളും മറ്റു മാരകായുധങ്ങളും നിർമ്മിക്കുന്ന ഒരു വൻ സംഘത്തിന്റെ കാരനാണ് ആ പയ്യൻ. ശരിക്കും പറഞ്ഞാൽ മരക്കാർ ഹാജിയുടെ ബിനാമി പേരിൽ ദിവാകരന്റെ നിയന്ത്രണത്തിലുള്ള ആയുധ നിർമ്മാണശാല. അവനെ കിട്ടിയത് തികച്ചും യാദൃച്ഛികമായിട്ടാണ്. അവനിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് കൂടുതൽ പേരെ പിടികൂടി കഴിഞ്ഞു. അതുകൊണ്ട് തൽക്കാലം അവനെ പുറത്തുവിടാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് തൃപ്തികരമായെങ്കിൽ സഖാവ് ശിവൻകുട്ടി ഒന്നിൻ്റെ കൂടെ വരണം. ഒരുപാട് കാലമായി നീ വിശ്വസിച്ചു പോകുന്ന ഒരു ശരിയുടെ സത്യം അറിയാം. വരൂ. ഇങ്ങോട്ട് വാടാ. ഇത് കീച്ചേരി കുഞ്ഞനന്ത്. മുമ്പ് പാർട്ടി പ്രവർത്തകനായിരുന്നു. ഇപ്പോ MPRന്റെ അടുത്ത അനുയായി. നാടൻ ബോംബുകളും കള്ളത്തോക്കും ഉണ്ടാക്കാൻ അതിവിദഗ്ധൻ. MPRനെ പാർട്ടി പുറത്താക്കിയപ്പോ കുഞ്ഞനന്ദൻ പാർട്ടിയിൽ തന്നെ ഉറച്ചു നിന്നു. പിന്നീട് അവൻ രഹസ്യമായി MPRനും ദിവാകരനും വേണ്ടി പാർട്ടിയിൽ നിന്നുകൊണ്ട് തന്നെ രഹസ്യങ്ങൾ ചോർത്തിക്കൊടുത്തു. ഞാനും ഇവനും അടക്കമുള്ള സംഘം പാർട്ടിയോട് ആലോചിക്കാതെ, നീ പോലും അറിയാതെ ഒരാക്രമണം പ്ലാൻ ചെയ്തു. MPR ആയിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. സംഘത്തിൽ ഇവനും പന്നിന്നൂർ ദാസനും ഉണ്ടായിരുന്നു. MPRന് നേരെ ഞാൻ ബോംബെറിഞ്ഞതിന് മുമ്പ് ഗോവിന്ദനാശാന് നേരെ ദാസൻ ബോംബെറിഞ്ഞു. ഗോവിന്ദനാശാനെ KMPയുടെ ആദ്യത്തെ രക്തസാക്ഷിയാക്കാൻ വേണ്ടി അവരെന്നെ ബലിയാടാക്കി. പറയാം. MPRും ദിവാകരേട്ടനും പറഞ്ഞിട്ടാ ഞാനും ദാസനും ചേർന്ന് ആശാനെ കൊന്നത്. ഉണ്ണിയെ കൊന്നതും ദാസന്. ഇതിനെ നമുക്ക് ജീവനോടെ വേണം. എങ്കിലേ ദാസനെ നമ്മുടെ കൈ കിട്ടൂ. ബാല, നിന്നെ ഞാൻ ഒരുപാട് എല്ലാം കൂടെ കേട്ടുകഴിഞ്ഞപ്പോ വയ്യ. എന്റെ ഇപ്പോഴത്തെ ഒരവസ്ഥ ഓർക്കണം, മറക്കണം. നീയല്ല. എനിക്ക് നിന്നെ മനസ്സിലാവും, മറ്റാരേക്കാളും. ഇനി ഒരിക്കലും നിന്നെ എനിക്ക് നഷ്ടപ്പെടരുത്. നീ വീട്ടിൽ പോണം. അമ്മയും ചേച്ചിയും കാണണം. എന്താ അവന്റെ പേര് പറഞ്ഞത്? പന്നിന്നൂർ ദാസൻ.
ദിവാകരൻ ഇതിലൊന്നും കുലുങ്ങില്ല സാർ. നിങ്ങൾ തിരുവനന്തപുരത്തുകാർ ഒന്ന് മനസ്സിലാക്കണം. കൈബോംബിന്റെയും കടാരുടെയും ബലത്തിൽ തന്നെയാണ് ദിവാകരൻ ഇപ്പോഴും കണ്ണൂരിൽ പിടിച്ചു നിൽക്കുന്നത്. ആക്ഷൻ എടുക്കട്ടെ, എനിക്കറിയാം ഇത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന്. ദിവാകരന്റെ കളി കൊണ്ട് തന്നെയാണ് സാർ കണ്ണൂരിൽ ഇപ്പോഴും 3 നിറത്തിലുള്ള കൊടിയും കുറെ കതിറിട്ട ആളുകളും ബാക്കി നിൽക്കുന്നത്. അല്ലെങ്കിൽ എന്നേ കുഴിച്ചു മൂടുമായിരുന്നു സഖാക്കന്മാർ. ആ